ഒരു നല്ല ശീലം തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ അത് തുടർന്നുകൊണ്ട് പോകാൻ പലപ്പോഴും നമ്മളെപ്പോലുള്ളവർക്ക് പറ്റാറില്ല. ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണ്. ഞാൻ ചായ കുടി നിർത്തണം നോക്കും. പക്ഷെ എന്നെക്കൊണ്ട് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത ചില ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ചെറുതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാവോ? ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഞാൻ എൻ്റെ ചായ കുടി നിർത്തുന്നു വിചാരിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് 2-3 ദിവസം മാത്രമേ എനിക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ അതായത് നമ്മൾ എന്താണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ശീലിക്കേണ്ട കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുക. നമുക്കൊരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി 2 പേജസ് എങ്കിലും വായിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് നടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നടക്കാൻ പോവുക. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നാളെ മുതൽ ഞാൻ 1 മണിക്കൂർ നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ശീലം ഉപേക്ഷിക്കാൻ ഇടയുണ്ട്. അതിന് പകരം നമ്മൾ ചെറിയ ടൈമായിട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് നോക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റോടെ കൂട്ടുക. അങ്ങനെ നമ്മുടെ എന്താണോ നമ്മളുടെ ഗോൾ അതിലെത്തിച്ചേരാൻ പറ്റും. ചെറിയ ശീലങ്ങളാണ് നമ്മൾ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. ഇനി സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക. സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ പലപ്പോഴും അത് നടക്കില്ല. നമ്മൾ രാവിലെ ഒരു എക്സസൈസ് ചെയ്യണമെങ്കിൽ രാവിലെ ചായ കുടിച്ചതിന് ശേഷം 10 മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ റീഡ് ചെയ്യും. എനിക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ചില ഹാബിറ്റ് വേണമെന്ന് കരുതി ഫോളോ ചെയ്ത് തുടങ്ങും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിട്ടുപോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തൊരു ടിപ്പാണ്, ഒരു ശീലം മറ്റൊരു ശീലത്തോട് കണക്ട് ചെയ്താൽ അത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ദിവസം നമ്മുടെ ചെയ്യുന്നൊരു ഹാബിറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പം നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോൾ പൂർണ്ണമായിട്ട് ചിലരത് നിർത്തും. അത് വലിയൊരു തെറ്റാണ്. നമ്മൾ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും അടുത്ത ദിവസം അത് വീണ്ടും ഫ്രഷ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓർക്കുക, ഒരു തെറ്റ് ഒരിക്കലും ഒരു പരാജയമല്ല. വീണ്ടും ശ്രമിക്കാതിരിക്കുകയാണ് യഥാർത്ഥ പരാജയം. ഇനി തേർഡായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുക. ഒരു കലണ്ടറിലോ നോട്ട്ബുക്കിലോ ടിക്ക് ചെയ്ത് വെക്കുക നമ്മൾ എത്ര ദിവസം തുടർച്ചയായി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ മുന്നോട്ട് ചെയ്യാൻ ഒരു പ്രചോദനമാകും. എന്നിട്ടും പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എങ്കിൽ ശീലത്തിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. രാവിലെ നടക്കാൻ പോകാൻ മടിയുണ്ടോ? അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ഒരു ഭാവിയെ മനസ്സിൽ കാണുക. നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നത് ചിന്തിക്കുക. നമുക്ക് പെട്ടെന്നുള്ള അസുഖം വരുന്ന ഒരു നേച്ചർ മാറുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ പുസ്തകം വായിക്കാൻ മടിയുണ്ടോ? പുതിയ അറിവ് ലഭിക്കുന്നതായിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നല്ല ശീലങ്ങൾ എപ്പോഴും ഒരു രാത്രി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ദിവസവും ചെയ്യുന്ന ചെറിയ ശ്രമങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന നല്ല ശീലം ഏതാണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.